കട്ടർ ട്യൂട്ടോറിയൽ പറയാനുള്ള ഞാൻ എന്തിനാണ് ക്യാരം ബോർഡ് കളിക്കുന്നത്? കാര്യമുണ്ട്. ലെഗ് കട്ടർ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാർക്ക് പുറത്തോട്ട് തിരിയുന്നപ്പോൾ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാർക്ക് അകത്തോട്ട് തിരിയുന്നപ്പോൾ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഇത് തന്നെയാണ്. എറിയുന്നതിന്റെ ഗ്രിപ്പ്, നല്ല പെർഫെക്ഷൻ ഉള്ള ബോൾ വീഴുന്നില്ല, ജമ്പ് ചെയ്യുന്നില്ല, തിരിയുന്നതിന് സ്പീഡില്ല. നമ്മുടെ ക്യാരം ബോർഡിന്റെ സ്ട്രൈക്കർ നമ്മളെങ്ങനെ അടിച്ചുവിടുന്നു, ആ സെയിം മെത്തേഡാണ് നമ്മൾ ഈ ബോളിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബോളിന്റെ ഒരു സൈഡിൽ പ്രസ് ചെയ്തിട്ട് സ്ട്രൈക്കർ എങ്ങനെ റിലീസ് ചെയ്യുന്നോ സെയിം സ്റ്റൈലിൽ ബോൾ റിലീസ് ചെയ്യാം. റിലീസിംഗ് ടൈമിൽ ബോളിനുണ്ടാവുന്ന ഈ റൊട്ടേഷനാണ് ബോളിനെ ടേൺ ചെയ്യാൻ സഹായിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം: രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ബോൾ മെയ്ഡ് ചെയ്യുന്നത്. അതിന്റെ ആ ജോയിനിങ് പോർഷനിൽ തിക്നെസ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മറ്റേ സൈഡിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ട്, നമ്മൾ പറഞ്ഞ ശൈലിയിൽ ബോൾ പിടിച്ച് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ബോൾ പ്രസ് ചെയ്യുന്ന ബോൾ തിരിപ്പിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡും ജമ്പും ബോളിന് കിട്ടത്തുള്ളൂ. ഇന്ന് ഇത് പഠിച്ച് നാളെ പോയിട്ട് മാച്ചിൽ അറിയാൻ സക്സസ് ആകുന്നൊന്നും ആരും വിചാരിക്കരുത്. പ്രാക്ടീസ് ആണ് പ്രധാനം. നമ്മൾ അറിയുന്ന ബോളിന് പെർഫെക്ഷൻ വരണമെങ്കിൽ ബോൾ നമ്മുടെ കയ്യിൽ വഴങ്ങും. ഒരു ദിവസം മൊത്തവും ഈ ഗ്രിപ്പ് ഉപയോഗിച്ച് ബോൾ തറയിലെറിയണം, ശേഷം ഭിത്തിയിലെറിയണം, പിന്നെ കൈ കറക്കി ഭിത്തിയിലെറിയണം. ഫൈനലി നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ കുറവുകൾ പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ വെച്ച് പിച്ചിലെറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. എറിയുന്നതിനേക്കാൾ പ്രധാനമാണ് വീഴുന്ന സ്ഥലം, സ്പോട്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ എങ്ങനെയാണ് ഒറ്റ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? നമ്മളൊരു സിനിമയൊന്നുമല്ല എടുക്കുന്ന, റീലാണ്. നമുക്ക് കുറച്ച് പരിമിതിയുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.